ശങ്കർ ഇന്ദുചൂടൻ നടനാണ്. നമുക്കറിയാം മോഹൻലാലിനൊപ്പം നേരെ എന്ന സിനിമയിലടക്കം നിരവധി വേഷങ്ങൾ വിവിധ സിനിമകളിലായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കൂടി എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ശബരിമലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മകരവിളക്ക് ദർശിക്കുന്നതിനായി. എന്താണ് പറയാനുള്ളത്? ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ശങ്കർ ഇന്ദുചൂടനും ഏറെ പ്രത്യേകതയുള്ള ദിവസമാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്താ ഹാപ്പി ബർത്ത്ഡേ ടു മീ. എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരുപാട് നാൾ എന്താ പറയുക, ഞാൻ ജനിച്ച സമയത്തായിരുന്നു ഈ മകരജ്യോതി. ആ ഒരു ദിവസം തന്നെയാണ് January 14th. ഈ ഒരു സമയത്താണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസ് അപ്പോൾ ഇവിടെ സന്നിധാനത്തുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇങ്ങനെ പാരൻസ് അതിന് ശേഷം ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, വളർന്നു വന്നപ്പോൾ ഇങ്ങനെ ആ ഒരു സംഭവം നടന്നു. അപ്പോൾ ഒരു കണക്ഷൻ ഉണ്ട്, ആസ് ഇൻ ലൈക്ക് ഈ സന്നിധാനത്തോടും അയ്യപ്പനോടും ഉള്ളൊരു കണക്ഷൻ. അങ്ങനെ ഭയങ്കര ഒരു ബിലീവ് അല്ല, ഇതൊരു ഫെയ്ത്ത് പോലെ. ലൈക്ക് നമ്മളിവിടെ വരുന്നു, ആ ഒരു കോള് വരുന്നു, അപ്പോൾ നമ്മൾ മല ചവിട്ടി കയറുന്നു. ആ ഒരു ഇതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്, ഇവിടുത്തെ തത്വമസി. അത് നീയാവുന്നു. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അയ്യപ്പന്മാരാണ്. അപ്പോൾ ഈ ഒരു കളക്റ്റീവ് ഫോഴ്സിൻ്റെ ഇടയിൽ ഈ ഇത്രയും വിശിഷ്ടമായിട്ടൊരു ദിവസത്ത് ഇവിടെ ഈ സന്നിധാനത്ത് നിൽക്കാൻ സാധിച്ചത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. അപ്പോൾ ആ ഒരു ദിവസം എന്താ പറയുക, അയ്യപ്പൻ്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചത്. മുമ്പും ശബരിമലയിലേക്ക് മുമ്പ് എത്തിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഈ ദിവസം ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ പൊതുവെ ഓഫ് സീസൺ സമയങ്ങളിലാണ് ഇത് ആദ്യമായിട്ടാണ്. ഞാൻ സീസണൽ സമയത്ത് അത് തിരക്കുള്ള ഒരു സമയത്ത് ആദ്യമായിട്ട് അത് വളരെ ഗംഭീരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, ദേവസ്വമായാലും പോലീസായാലും ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വളരെ മനോഹരമായിട്ടാണ് അവരുടെ. മുമ്പ് വന്നതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് മകരവിളക്ക് ദിനത്തിൽ വരിക, അതും ജന്മദിനത്തിൽ ഇവിടേക്ക് എത്തുക. തീർച്ചയായിട്ടും അത് നമ്മളെപ്പോഴും ഭയങ്കര ലൈഫിൽ ഏറ്റവും ചെറിഷ് ചെയ്യുന്നൊരു മൂമെൻ്റ് ആയിട്ട് നമ്മളെപ്പോഴും കണ്ട. എന്തെങ്കിലും ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ബർത്ത്ഡേ സമയത്ത് ഇവിടെ വിറ്റ്നസ് ചെയ്യാൻ പറ്റാതെ ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അത് താങ്ക്സ് ടു അയ്യപ്പൻ. ഇതിനെയാണ് ശങ്കർ ഇന്ദുചൂടൻ പറയുന്ന വാക്കുകളാണ് മറ്റുള്ള ഓരോരുത്തർക്കും പറയാനുള്ളത്. ഈ സന്നിധാനത്ത് നിന്നുകൊണ്ട് മകരവിളക്ക് ദർശിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭൂതിയായി തന്നെ എല്ലാവരും കാത്തുവെക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരും കരുതി വെക്കുന്ന ഒന്നാണ്. അത് പലപ്പോഴും പലർക്കും സാധിക്കാറില്ല. എങ്കിൽ തന്നെയും പല രീതിയിൽ അവർ സാധ്യമാക്കുകയാണ്. ഇപ്പോൾ അമൃത TV ഉൾപ്പെടെ വിവിധ ചാനലുകൾ ഉൾപ്പെടെ ഇവ പ്രക്ഷേപണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എത്താൻ കഴിയുന്നവർ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഈ മകരവിളക്കിൻ്റെ ഒരു ഭാഗമാകുക, അല്ലെ മകരവിളക്ക് ദർശിക്കുക എന്നതാണ് ഓരോരുത്തരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും വിവിധ സമയങ്ങളിലാണ് അത് പൂർത്തീകരിക്കാൻ കഴിയുന്നത്.